ഗലാത്യ ദേശത്ത് പോയി പൗലോസ് അവരോട് ദൈവവചനം വിശ്വാസത്തുള്ള വീണ്ടെടുപ്പൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കി അവരെ സ്ഥാനപ്പെടുത്തി സഭയോട് ചേർത്ത് കഴിഞ്ഞിട്ടും കുറച്ച് യഹൂദന്മാരൊക്കെയും അവിടെ ഉണ്ടായി. ഗലാത്യ സഭയിലെ കൂടുതലായിട്ട് ജാതികളാണ് എങ്കിലും യഹൂദ ജനങ്ങളും അവിടെ ഉണ്ടായി. വീണ്ടും പൗലോസ് അവിടുന്ന് റോമ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെയും കടന്നുപോയി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഗലാത്യ സഭയെ കുറിച്ച് അവരുടെ വിശ്വാസത്തിൽ നിന്ന് ഒരു വഴുതിപ്പോയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് അയച്ച ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനത്തിലെ ഈ പറയുന്ന വിശ്വാസത്തിന്റെ തിരിച്ച് പോകുന്ന സ്വാതന്ത്ര്യത്തിന്റെ നിന്ന് അടിമമുഖത്തിലേക്ക് വീണ്ടും പോകുന്നതിനെ പറ്റിയാണ് വാസ്തവത്തിലൂടെ പൗലോസ് അവർക്ക് എഴുതിയ ഗലാത്യ ലേഖനങ്ങളിൽ ഉടനീളം പറയുന്നത്. കാരണം അവരില് യഹൂദന്മാരുണ്ടായിരുന്നു. അവരുടെ വാസ്തവത്തിൽ ആ പരിശോധന പോലുള്ള പഴയ നിയമകാലത്തുള്ള പ്രവർത്തനങ്ങളൊക്കെയും തിരിച്ച് അവരുടെ സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അവിടുത്തെ മൂപ്പന്മാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ പറയുന്ന യഹൂദ ജാതിയിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്നവരൊക്കെയും അതിനെ പ്രോത്സാഹിപ്പിച്ച് വീണ്ടും അടിമ മുഖത്തിലേക്ക് പോകുന്ന അവസ്ഥ. ഇത് പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ആ വചനങ്ങളൊക്കെയും അവരെ പിന്തിരിപ്പിച്ച് പോകുന്ന അവസ്ഥയിൽ പൗലോസ് വളരെ ഹൃദയഭേദമായിട്ടാണ് ഈ വാസ്തവത്തിൽ ഈ ഗലാത്യർക്കുള്ള ലേഖനം എഴുതിയത്. തന്റെ പ്രവർത്തനങ്ങളൊക്കെയും വൃഥാവായി പോകുന്നുവെന്ന് മനസ്സിലാക്കുന്ന സമയത്തുണ്ടാകുന്ന ഹൃദയവേദന പല വാക്യങ്ങളിലും ഈ പറയുന്ന ഗലാത്യ ലേഖനങ്ങളിൽ പലയിടത്തും പൗലോസ് പറയുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തില് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ മുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന് ഗലാത്യ സഭയോട് പൗലോസ് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയും. ഗലാത്യ സഭയിലുണ്ടായ ഒരു പരിവർത്തനമായിരുന്നു. പൗലോസ് ജാതികളുടെ ഇടയിൽ ആദ്യമായി പ്രവർത്തിച്ച ഒരു സ്ഥലമായിരുന്നു ഗലാത്യ. പൗലോസിന്റെ പ്രവർത്തനങ്ങളൊക്കെയും കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും, അധികം വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ സഭ ഇങ്ങനെ പ്രത്യേകിച്ചും പഴയ നിയമ ചിന്താഗതിയിലേക്ക് യഹൂദന്മാരുടെ ഒരുപക്ഷെ യഹൂദ വിശ്വാസികളുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നിരിക്കാം. പഴയ രീതിയിലുള്ള പഴയ നിയമത്തിൽ പറയുന്ന രീതിയിലുള്ള പരിശോധന എടുക്കണം എന്നുള്ള വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഇവര് വീണ്ടും സഭയിൽ കൊണ്ടുവന്നു. വിവരം അറിഞ്ഞ പൗലോസ് ആ സമയത്ത് എഴുതുന്ന ലേഖനമാണ് ഈ ഗലാത്യ ലേഖനം. വളരെ കർശനമായ ഒരു താക്കീത് കൊടുക്കുന്ന അവസരങ്ങളും ഈ പറയുന്ന ഗലാത്യ ലേഖനങ്ങളിൽ കാണാം. 3:1 ഗലാത്യ ലേഖനം 3:1 നമ്മൾ വായിക്കുമ്പോൾ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ കാലമാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചത് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രേ എന്ന് വരികിൽ, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. ഏകദേശം ന്യായപ്രമാണം പുസ്തകങ്ങളൊക്കെയും മോശയുടെ കൽപ്പനകളൊക്കെയും കിട്ടുന്നതിന് 430 വർഷത്തോളം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് എബ്രഹാം പിതാവ്. ആ എബ്രഹാമിന് എങ്ങനെ വിമോചനം കിട്ടിയെന്ന് ഗലാത്യരോട് ചോദിക്കുകയാണ്. എബ്രഹാമിന് വിശ്വാസത്തിലാണ്
എന്നിട്ട് നിങ്ങൾ എന്ത് കൊണ്ട് ഞാൻ പറയുന്ന വിശ്വാസത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമാവിശ്വാസത്തിൽ നിന്ന് വീണ്ടും പരിശോധനയോ അല്ലെങ്കിൽ പഴയ നിയമ ആചാര പ്രമാണങ്ങളോ നിങ്ങൾ വീണ്ടും പാലിച്ചു വരുന്നെന്ന് വളരെ ഖേദകരമായിട്ട് ചോദിക്കുകയാണ്. നമ്മൾ ദിവസവും നമ്മളുടെ ആരാധന പുസ്തകത്തിൽ വായിക്കുന്ന അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷാക്രമത്തിലൊക്കെയും വായിക്കുന്ന ഭാഗങ്ങൾ ഈ ഗലാത്യ ലേഖനങ്ങളിൽ നിന്ന് എടുത്തതായിട്ട് നമുക്ക് വായിക്കാൻ കാണുന്നതാണ്. എന്ന് വായിക്കുന്ന നമ്മൾ ഒരു വാചകം നമ്മൾ പറയും. എന്നാൽ ഇതിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിലുള്ള ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ ശപിക്കപ്പെട്ടവർ. ഗലാത്യര് തെറ്റിപ്പോകുന്ന സാഹചര്യത്തിൽ കർശനമായ അവരെ താക്കീത് ചെയ്യുന്ന ഒരു വചനമാണ് നമ്മൾ വാസ്തവത്തിൽ എല്ലാ ഞായറാഴ്ച അല്ലെങ്കിൽ എല്ലാ തിരുവത്താഴ ക്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്ന ഭാഗം വളരെ ശക്തമായിട്ട് ദൈവത്തിൽ നിന്ന് വെളിപാടുണ്ടായിട്ടാണ് ഈ ഉപദേശങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നു പോകുന്നത്. വീണ്ടും നിങ്ങൾ തെറ്റിപ്പോകുന്ന സാഹചര്യത്തില് അവരെ വളരെ നിശ്ചിതമായി വിമർശിക്കുകയും ഹൃദയഭേദകമായിട്ട് അവരോട് സംസാരിക്കുകയും ചെയ്ത അവസരങ്ങൾ വളരെ നിശ്ചിതമായിട്ടാണ് വാസ്തവത്തിൽ ഈ ഗലാത്യ ലേഖനം. ഞാൻ 3:1 നമ്മൾ വായിച്ചു, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. പുതിയ നിയമപ്രകാരം നമ്മൾക്ക് ലഭിച്ച എല്ലാ ആനുകൂല്യങ്ങളും, അതായത് കൃപയുടെ എല്ലാ പ്രയോജനങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞ് വീണ്ടും ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് ആ അടിമത്തത്തിന്റെ മുഖത്തിലേക്ക് തിരിച്ചു പോകുന്ന ഗലാത്യരോട് വളരെ നിശ്ചിതമായിട്ടും ഹൃദയഭേദകമായിട്ടും സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഗലാത്യ ലേഖനങ്ങൾ കാണുന്നത്. അസൽ ഇന്ന് നമ്മളുടെ സഭയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഇന്ന് രാജായൻ പറഞ്ഞ പോലെ നമ്മളുടെ ചിന്താഗതികളൊക്കെ വ്യത്യസ്തമായി തന്നിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മുടെ സമാന്തരമല്ല എല്ലാ സഭകളിലും. കർത്താവ് വാസ്തവത്തിൽ ഈ ഗലാത്യ ലേഖനവുമായി കർത്താവ് സഭയെക്കുറിച്ച് വിലപിക്കുകയും നമ്മളെ വിമർശിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വേണ്ട വിധത്തിൽ ദൈവം പുതിയ നിയമമായി നമ്മൾക്ക് കൽപ്പിച്ചിരിക്കുന്ന വിടുതലും സ്വാതന്ത്ര്യവും നമ്മൾ നഷ്ടപ്പെടുത്തി വീണ്ടും അടിമനുഖത്തിലേക്ക് തിരിച്ചു പോവുകയും പാപത്തിന് അടിമയായി തീരുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെ ദൈവം വളരെ നിശ്ചിതമായി വിമർശിക്കുന്ന രീതിയിലാണ് ഗലാത്യ ലേഖനങ്ങളിൽ പൗലോസ് ഗലാത്യരോട് സംസാരിക്കുന്ന രീതി. ഇതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഈ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. ന്യായപ്രമാണം പ്രവൃത്തികളെ ആധാരമാക്കിയിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണമാണ്. എത്രമാത്രം മനുഷ്യന് സ്വന്തം പ്രവൃത്തിയാൽ രക്ഷ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ പഴയ നിയമങ്ങളിലൂടെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് വളരെ പ്രയാസകരമായ ഒരു ജീവിത രീതിയാണ്. ന്യായപ്രമാണം ഒന്നിൽ തെറ്റിയാൽ എല്ലാം തെറ്റി എന്നുള്ള അവസ്ഥയിലാണ് അവിടെ പറയുന്നത്. വാസ്തവത്തിൽ അവിടെ ഒരു വളരെ ദുഷ്കരമായ ഒരു ജീവിത രീതിയാണ് യഹൂദന്മാർക്ക് ഉണ്ടായത്. ന്യായപ്രമാണം മുഴുവൻ ആചരിച്ചു കഴിഞ്ഞിട്ടും എന്തെങ്കിലും ഒന്നിൽ തെറ്റിപ്പോയാൽ ന്യായപ്രമാണം മുഴുവൻ ധിക്കരിക്കുന്ന രീതിയിലേക്ക് നാട്ടുകൂടുക. അതാ വാസ്തവത്തെ അടിമത്തം. നിയമത്തിലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വിശ്വാസത്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുന്ന അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. പ്രവൃത്തികളും കാരണമല്ല. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും അതിന് കാരണമല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ടുള്ള ലേഖനങ്ങളിലൊക്കെയും പല ലേഖനങ്ങളിലൊക്കെയും പറയുന്നു. പൗലോസിന്റെ പ്രവർത്തനങ്ങളൊക്കെയും പത്രോസിന്റെ ലേഖനത്തിലെ പത്രോസ് വളരെ വ്യക്തമായിട്ട്
അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പത്രോസിന്റെ രണ്ടാം ലേഖനം അവസാനിക്കുന്നതിന് മുമ്പ് പൗലോസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പത്രോസ് അപ്പോസ്തലനും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്. ഗമാലിയേലിന്റെ കാൽക്കീഴിലിരുന്ന് വചനങ്ങളെ അല്ലെങ്കിൽ ന്യായപ്രമാണമൊക്കെ വിശകലനം ചെയ്ത് പഠിച്ച് വളരെ പ്രാഗൽഭ്യത്തോടുകൂടി ജാതികളുടെ ഇടയിലും മറ്റുള്ള ചിന്താഗതികളുടെ ഒക്കെയും ഖണ്ഡിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വചനത്തിലേക്ക് മനുഷ്യരെ ചേർത്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്, ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും അടികൊണ്ടിട്ടുണ്ട്. അങ്ങനെ ദൈവസഭയെ പണിയുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. യാത്രയിൽ വളരെയധികം കഷ്ടതകളൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു. എങ്കിലും മറ്റുള്ള അപ്പോസ്തലന്മാരോടൊപ്പം നിൽപ്പാൻ തക്കവണ്ണം അല്ല യേശു ക്രിസ്തു പൗലോസിനെ പ്രത്യേകമായി വേർതിരിച്ചാണ് വിളിച്ചത്. വീണ്ടും ഈ പത്രോസ് മുതലുള്ള 12 ശിഷ്യന്മാരോട് ഒത്തുചേരുവാൻ വേണ്ടി വളരെ കുറച്ച് സമയമേ വാസ്തവത്തിൽ പൗലോസ് ചെലവാക്കിയിട്ടുള്ളൂ. 15 ദിവസം ഈ പത്രോസ് അപ്പോസ്തലനോട് കൂടി താമസിച്ച് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതായിട്ടും മറ്റുള്ള ശിഷ്യന്മാരോട് വാസ്തവത്തിൽ അധികം ഇടപെട്ടിട്ടില്ല എന്നാണ് പൗലോസ് തന്നെ പറയുന്നത്. യാക്കോബ് അപ്പോസ്തലനോട് മാത്രമേ കുറച്ചു കാലം കൂടെ വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളൂ. പൗലോസ് ശൗല് ആയിരുന്നപ്പോൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവിന്റെ വചനത്തോട് അടുത്തു വന്നപ്പോൾ സഹയാത്രികനായിട്ടുണ്ടായിരുന്ന ബർന്നബാസാണ് പൗലോസ് അപ്പോസ്തലനെ വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും അപ്പോസ്തലത്വത്തിലേക്ക് വാസ്തവത്തിൽ ആ പ്രവർത്തനത്തിലേക്ക് ഇവരെ സഹകരിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. അത് പൗലോസിന്റെ പല ലേഖനങ്ങളിലും അപ്പോസ്തലനായ പൗലോസിന്റെ പല ലേഖനങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പത്രോസിന്റെ രണ്ടാം